മറ്റൊരു വാർത്തയിലേക്ക്. ടൊവിനോ തോമസ് ചിത്രം ARMന്റെ വ്യാജ പതിപ്പ് ഇറങ്ങിയതായി പരാതി. ടെലഗ്രാമിൽ ഒരാൾ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ സംവിധായകൻ ജിതിൻ ലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് കൊച്ചിയിൽ ഇതിന് കൂടുതൽ വിവരങ്ങളുമായി. അശ്വിൻ, ഇത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പോഴും ഇത്തരം വ്യാജ പതിപ്പുകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് തടയിടാൻ കഴിയുന്നത്? ഒപ്പം തന്നെ ഈ പരാതിയുമായി ഇപ്പോൾ സംവിധായകൻ രംഗത്ത് വന്നിരിക്കുന്നു. ഇതെവിടെയാണ് ഈ പതിപ്പ് ഇറങ്ങിയത്? അതിൽ നടപടി എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ? പ്രജിൻ പ്രവിത, കേരളത്തിലെ ടെലഗ്രാം ഗ്രൂപ്പുകളിലടക്കം ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ തിയേറ്റർ പ്രിന്റ് അല്ല അത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. HD ക്ലാരിറ്റിയിലുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്, സിനിമയുടെ പൂർണ്ണമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഇതിന്റെ ഒരാൾ ഈ സിനിമ കാണുന്ന ദൃശ്യങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവെച്ചുകൊണ്ടാണ് ഈ സംവിധായകൻ തന്റെ വിഷമം പങ്കുവെക്കുന്നത്. ഹൃദയഭേദകം എന്നുള്ള ഒരു തലക്കെട്ടിലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ജിതിൻ ലാൽ, നവാഗത സംവിധായകൻ കൂടിയ ജിതിൻ ലാൽ പങ്കുവെക്കുന്നത്. കോടികൾ മുടക്കി 3D ചിത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 ഭാഷകളിലാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളതും. അതിന്റെ ഈ തിയേറ്റർ അടക്കമുള്ള ദൃശ്യങ്ങൾ, അതിനപ്പുറം HD ദൃശ്യമികവോടുകൂടിയുള്ള ദൃശ്യങ്ങളും ടെലഗ്രാം ഗ്രൂപ്പുകൾ വഴി ഇതിനോടകം പ്രചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംവിധായകൻ പരാതി നൽകാൻ ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത കൂടി നിമിഷം പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ നാളെ തന്നെ ഈ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് ഓൺലൈൻ വഴി പ്രചരിക്കുന്നു എന്നുള്ള ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകാൻ ജിതിൻ ലാൽ തയ്യാറാകുമെന്നാണ് അറിയുന്നത്. തമിഴ് റോക്കേഴ്സ് എന്നുള്ള വാട്ടർമാർക്ക് ഈ പുറത്തിറങ്ങിയിരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് എന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഈ മലയാള സിനിമയുടെ പല ചിത്രങ്ങളുടെയും വ്യാജ പതിപ്പുകൾ തമിഴ് റോക്കേഴ്സ് വഴി പലപ്പോഴായി പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ പരാതി നാളെ തന്നെ ഔദ്യോഗികമായി പോലീസിനും സൈബർ സെല്ലിനും നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജിൻ പ്രവിത. ശരി, വ്യക്തമാണ്. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഒരാൾ ആ രീതിയിൽ ആ സിനിമ കാണുന്ന ദൃശ്യമാണ്. എനിക്ക് തോന്നുന്നു ഒരു ട്രെയിൻ യാത്രയുടെ സമയത്ത് എല്ലാവരും കാണുകയാണ് ഈ രീതിയിൽ ഏറ്റവും പുതിയ സിനിമ ഈ ടെലിഗ്രാമിൽ വെച്ച് കാണുന്നത് എന്നതും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നു. എന്തായാലും തമിഴ് റോക്കേഴ്സ് ഇതിനു മുമ്പും ഈ ആൻറ്റി പൈറസി ഇത്തരം പരാതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടീമാണ്, ആ ഗ്രൂപ്പാണ്. അവർക്കെതിരെ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പരാതി വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സംവിധായകൻ എന്തായാലും പരാതിയുമായി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.